2002 ഗുജറാത്ത് കലാപം. 2002 ഗുജറാത്തിൽ നടന്ന കലാപം ഇന്ത്യയിലെ ഏറ്റവും വലിയ സമുദായീയ കലാപങ്ങളിൽ ഒന്നായിരുന്നു. ഇത് പ്രധാനമായും ഹിന്ദു-മുസ്ലിം സംഘർഷമായിരുന്നു, കൂടാതെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവഹാനിയും വൻ നാശനഷ്ടങ്ങളും ഉണ്ടാക്കി. കലാപത്തിന്റെ പശ്ചാത്തലം 2002 ഫെബ്രുവരി 27 അയോധ്യയിൽ നിന്ന് വരികയായിരുന്ന സബർമതി എക്സ്പ്രസ് ട്രെയിനിന്റെ ഒരു ബോഗിക്ക് ഗോധ്ര സ്റ്റേഷനിൽ തീപിടിച്ചു. 59 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഭൂരിഭാഗവും ഹിന്ദുത്വ സംഘടനകളായ കാർസേവകർ ആയിരുന്നു. കലാപത്തിന്റെ വികാസം ഫെബ്രുവരി 28 മുതൽ ഗുജറാത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മുസ്ലിം സമൂഹത്തെ ലക്ഷ്യമിട്ട് അക്രമം ആരംഭിച്ചു. അഹമ്മദാബാദ്, ഗോധ്ര, വഡോദര, അനന്ത്, മഹേസ. 2012 സുപ്രീം കോടതിയുടെ പ്രത്യേക അന്വേഷണ സംഘം സിറ്റ് മോദിയെ കുറ്റവിമുക്തനാക്കി. എന്നാൽ നിരവധി സാമൂഹിക പ്രവർത്തകർ ഈ വിധിയെ ചോദ്യം ചെയ്തു. പിന്തുണയും പ്രതികരണങ്ങളും ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടായി. നിലവിലെ അവസ്ഥ 2002 കലാപം ഗുജറാത്തിന്റെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായി കണക്കാക്കപ്പെടുന്നു. ഇന്നും അതിന്റെ വികാരാത്മക ആഘാതമുണ്ടെന്നും നീതിയും സമാധാനവും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെയാണ് ഈ സംഭവങ്ങൾ ഉണർത്തുന്നതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. മരണസംഖ്യയും നാശനഷ്ടവും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 1044 പേർ കൊല്ലപ്പെട്ടു. അതിൽ 790 മുസ്ലിങ്ങളും 254 ഹിന്ദുക്കളുമായിരുന്നു. 2500-ലധികം പേർക്ക് പരിക്കേറ്റു. ഏകദേശം 1,50,000 മുസ്ലിങ്ങൾ തങ്ങളുടെ വീടുകളിൽ നിന്ന് ബയന്നോടി താത്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടേണ്ടി വന്നു. 2012 ഗോധ്ര കേസിൽ 31 പേർക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു. 2019 ഗുൽബർഗ് സൊസൈറ്റി കേസിൽ ചിലർ കുറ്റക്കാരാണെന്ന് വിധിക്കപ്പെട്ടു. ഇതുവരെ വളരെയധികം കേസുകൾ കോടതികളിൽ തുടരുന്നു. ഈ സംഭവം മുസ്ലിം ജനവിഭാഗം നടത്തിയ ആക്രമണമാണെന്ന് ആരോപിച്ചുകൊണ്ട് ഹിന്ദുത്വ സംഘടനകൾ പ്രതിഷേധം തുടങ്ങി. ഗോധ്ര ട്രെയിൻ അഗ്നിബാധയുടെ കാരണം സംബന്ധിച്ച് വിവിധ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ചിലർ ഇതിനെ ഒരു തീവ്രവാദ ആക്രമണമെന്ന് വിശേഷിപ്പിച്ചു, ചിലർ ഇത് ഒരു അപകടമാണെന്ന് വാദിച്ചു.